ഇസ്ലാമിക ഭീകര രാജ്യങ്ങളുടെ ആവട്ടെ, തീവ്രവാദ സംഘടനകളുടെ ആവട്ടെ, പ്രധാനപ്പെട്ട ഒരു സങ്കേതം എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാനിൽ നിന്ന് വലിയൊരു വാർത്ത വരുന്നുണ്ട്. ഇറാനിൽ ഭൂമിക്കടിയിൽ ഒരു നഗരം പോലെ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. മുമ്പ് കേട്ടിട്ടുണ്ട്, ഇറാൻ്റെ വിമാനങ്ങളെല്ലാം പഴയ വിമാനങ്ങളാണ് ഉള്ളത്. പ്രസിഡന്റ് പോലും സഞ്ചരിച്ചത് പഴയ ഹെലികോപ്റ്ററിലാണ്, 60കളിലെ ഹെലികോപ്റ്ററിലാണ്. പക്ഷെ അവരുടെ പക്കലുള്ള പഴയ സുഖോയ്, ആദ്യകാലത്തെ സുഖോയ് വിമാനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഭൂമിക്കടിയിലാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, ഇസ്രയേലിനെ പേടിച്ച്, അമേരിക്കയെ പേടിച്ച് അവരുടെ ആയുധ സന്നാഹങ്ങൾ, പ്രത്യേകിച്ച് ഈ മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഭൂമിക്കടിയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അങ്ങനെ വെക്കാൻ ഭൂമിക്കടിയിൽ പ്രത്യേക നഗരങ്ങൾ തന്നെ ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ പറയുന്നത് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ ഇപ്പോൾ ഒരു 85 സെക്കൻഡ്സ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അത് ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ഇർന. അപ്പോൾ അവർ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജീപ്പിൽ രണ്ടുപേർ പെട്ടെന്ന് വരുന്നു. ആ ജീപ്പിലിരിക്കുന്ന ആൾക്കാരെ ഇടപെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ജീപ്പിലിരിക്കുന്ന ആൾക്കാർ ഒരു ഓപ്പൺ ജീപ്പാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഉള്ള 2 പേരുണ്ട്. 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സാധാരണക്കാരൊന്നുമല്ല. ഒരാൾ ഹുസൈൻ മുഹമ്മദ് ബഗേരി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീഫ് ഓഫ് സ്റ്റാഫ്, അവിടെ ഇറാൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആർമിയുടെ ചീഫ് ഓഫ് സ്റ്റാഫാണ്. പിന്നെ വേറൊരാളുള്ളത് ജനറൽ അമീർ അൽ ഹാജി സാദെ എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം IRGCയുടെ ആളാണ്. ഇറാൻ റവല്യൂഷണറി കൗൺസിൽ കോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ ആളാണ്. അദ്ദേഹം വേറൊരു പദവി കൂടി വഹിക്കുന്നുണ്ട്. അത് ചീഫ് ഓഫ് സ്റ്റാഫ് റവല്യൂഷണറി എയറോസ്പേസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ റവല്യൂഷണറി എയറോസ്പേസിൻ്റെയും അതേപോലെ തന്നെ ഇറാൻ്റെ ആർമിയുടെയും ഇങ്ങനെ 2 ചീഫ്മാരാണ് ഈ ജീപ്പിലിരിക്കുന്നത്. അപ്പോൾ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ, അപ്പോൾ പരമോന്നത നേതാവ് വേറെ, പക്ഷേ പരമോന്നത നേതാവും പ്രൈം മിനിസ്റ്ററും കഴിഞ്ഞ് ആ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ആർമിയുടെ ചീഫും അതേപോലെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെയും പ്രധാനപ്പെട്ട ആൾക്കാർ. ഇവർ 2 പേരും കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ ഈ ടണൽ ഒരെണ്ണം കാണിക്കുന്നു. അങ്ങനെ വിശാലമായ ഒരു ഏരിയ ഉണ്ട്. അവരതിനെ വിളിക്കുന്നത് ഈ ഗസയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ പറഞ്ഞു, അവരിപ്പോൾ ഭൂമിക്കടിയിലെ ബങ്കറിനുള്ളിലായിരുന്നു. ടണലുകൾ, ബങ്കറല്ല ടണൽ ആയിരിക്കുമ്പോൾ ഇവരെ ബന്ദികളാക്കുമ്പോൾ ആക്കിയിരിക്കുന്ന അതേ സമയത്ത് പുറത്ത് വലിയ യുദ്ധം നടക്കുമ്പോഴും ഭൂമിക്കടിയിൽ ഇവർ പിന്നെയും ടണൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വെടിനിർത്തൽ ഏതാണ്ട് 100 ദിവസം അടുത്ത് വെടിനിർത്തൽ, 60 ദിവസം അടുത്ത് വെടിനിർത്തൽ വന്നു. ഈ സമയത്ത് എന്തുമാത്രം ടണൽ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഭൂമിക്കടിയിൽ പെരിച്ചാഴിയെ പോലെയാണ് ഇവർ ജീവിക്കുന്നത്. അതെ, അതായത് ഇപ്പോൾ പലപ്പോഴും ഈ ഹമാസിൻ്റെ ആണെങ്കിലും ബിൽഡിങ്സ് ഒക്കെ അടിച്ച് കളയുന്നുണ്ടല്ലോ ഇസ്രായേൽ. അത് കഴിഞ്ഞ ഉടനെ അവർക്കത് റീബിൽഡ് ചെയ്യാനായിട്ട് UN-ൻ്റെ പൈസയുണ്ട്, അമേരിക്കയുടെ പൈസയുണ്ട്, ഈവൻ ഇന്ത്യ ഈസ് കോൺട്രിബ്യൂട്ടിങ്. ഈ പൈസ മുഴുവനും ഒരു കളക്ട് ചെയ്യും, നശിച്ച ബിൽഡിങ്സിന് പകരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അധികം പണവും പോകുന്നത് ടണൽ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവരുടെ ഗുരുനാഥനാണല്ലോ ഇറാൻ. അപ്പോൾ ഇറാനിൽ ഇതേപോലെ ടണൽസും അണ്ടർഗ്രൗണ്ട് കൺസ്ട്രക്ഷൻസാണ് മുഴുവനും. ദൈവത്തിന് അറിയാം, ഇറാൻ്റെ ടണൽ ഇവിടെ എങ്ങാനും വന്ന് നമ്മുടെ സ്റ്റുഡിയോയുടെ അടിയെങ്ങാനും വന്ന് അത്രയ്ക്ക് നീണ്ട ടണലുകൾ വരെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ മുഴുവനും ഇതിൻ്റെ ഭിത്തികളിൽ മുഴുവനും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് റോക്കറ്റുകളും മറ്റ് മിസൈലുകളും അതേപോലെയുള്ള സാധനങ്ങളെല്ലാം യുദ്ധസാമഗ്രികൾ മുഴുവനും നിറച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ രീതിയിലാണ് ഇത് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നു കഴിഞ്ഞിട്ട് ഈ ജീപ്പിൽ വന്നു കഴിഞ്ഞിട്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. ഈ 2 ജനറൽമാർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്നത് അവിടെ സുപ്രീം ലീഡർ ഉണ്ടല്ലോ, സുപ്രീം സ്പിരിച്വൽ ലീഡറാണ്, അതേപോലെ പൊളിറ്റിക്കലും സുപ്രീം ലീഡർ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഖമനൈ, ആയത്തുള്ള അലി ഖമനയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇവർ സല്യൂട്ട് ചെയ്തിട്ടാണ് പിന്നെ മുന്നോട്ട് നീങ്ങുന്നത്. അത് കഴിയുമ്പോൾ അവിടെ ഒരു ഫ്ലാഗുണ്ട്. ആ ഫ്ലാഗ് അവിടെ വെച്ചിരിക്കുന്നത് ഇറാൻ്റെ ഫ്ലാഗല്ല, ഇസ്രായേലിൻ്റെയാണ്. ആ ഇസ്രായേലിൻ്റെ ഫ്ലാഗ് അവിടെ വെച്ചിരിക്കുന്നത് അവിടെ അതുമ്മ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിനെ അതെ. അപ്പോൾ ഇസ്രായേലിന് ബംഗ്ലാദേശിൽ ഈ സമരം ഉണ്ടായപ്പോൾ, വിദ്യാർത്ഥി സമരം ഉണ്ടായപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വാതിക്കൽ ഇന്ത്യൻ ഫ്ലാഗ് വിരിച്ചിരുന്നു. എന്നിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ചവിട്ടിക്കൊണ്ട് വേണം ബംഗ്ലാദേശിലെ കുട്ടികളല്ല ക്രിമിനൽസ് കോളേജിലേക്ക് കയറാൻ. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഫ്ലാഗിനെ ചവിട്ടി മെതിച്ചിട്ടാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു കൾച്ചറാണ്. ഇപ്പോൾ നമ്മൾ സദ്ദാം ഹുസൈൻ്റെ കാലത്ത് യുദ്ധം നടന്നിരുന്നു. അമേരിക്ക അല്ലെങ്കിൽ ഇറാഖായിട്ട് യുദ്ധം നടന്നു. ഇറാഖ് തോറ്റുതിന്നമ്പാടിയായിരുന്നു. പക്ഷേ അതിനുശേഷവും സദ്ദാം ഹുസൈൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടൽസ് അങ്ങനത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയൊക്കെ എൻട്രൻസിൽ
ടൈൽസ് വെച്ചിരുന്നതിൽ ബുഷിൻ്റെ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ബുഷിനെ ചവിട്ടി വെച്ചിട്ട് തോൽപ്പിച്ചിട്ട് ഹോട്ടലിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കാം. അപ്പോൾ ആ രീതിയിൽ എല്ലായിടത്തും ഇങ്ങനെ ചവിട്ടാനുള്ളൊരു സാഹചര്യം, ശത്രുക്കൾക്ക് എതിരെ ഒന്ന് ചവിട്ടാനുള്ളൊരു അവസരം ഈ പടം വെച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അതിനുള്ള സ്വാതന്ത്ര്യം എങ്കിലും അവരെടുക്കട്ടെ. അതെ അതെ അല്ലാതെ പറ്റത്തില്ല. ഇസ്രയേലുകളുടെ കയ്യിലിരിക്കുന്ന ഒരു കൊടി വാങ്ങി ചവിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് സ്വന്തമായി ഒരു കൊടി ഉണ്ടാക്കി അങ്ങ് ചവിട്ടുന്നു. അതെ അതെ. അപ്പോൾ ഇറാൻ്റെ വെസ്റ്റേൺ സൈഡിൽ ഇതേപോലത്തെ ഒരു മിസൈൽ സിറ്റി ഉണ്ട്, പിന്നെ നോർത്തേൺ സൈഡിൽ 2 മിസൈൽ സിറ്റീസ് ഉണ്ട്. അപ്പോൾ അവരിപ്പോൾ അവകാശപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും ഇങ്ങനെ ഓരോ മിസൈൽ സിറ്റീസ് ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഈ മിസൈൽ സിറ്റീസ് നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ ഫണ്ട് വേണം, അതേപോലെ വലിയ ഏരിയ അല്ലെങ്കിൽ സ്പേസ് വേണം, അതേപോലെ മാൻ പവർ വേണം, പിന്നെ മറ്റ് സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഒത്തുവരണം. പക്ഷേ അവർ അവകാശപ്പെടുന്നത് ഇങ്ങനെ ഞങ്ങളിതെല്ലാം ഈ ആഴ്ചയിൽ ഒരു മിസൈൽ സിറ്റി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരാക്രമിച്ചു കഴിഞ്ഞാലും ഒരു വർഷം 52 എണ്ണം ഉണ്ടാക്കും. അതെ. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടുണ്ടാക്കുന്ന മിസൈൽ സിറ്റീസിൻ്റെ സീക്രട്ടൊന്നും അത് സീക്രട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്നതിനൊക്കെ പറ്റി ആൾക്കാർക്ക് ഐഡിയ ഉണ്ട് അവിടെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ടെൻഷൻ അവിടെ കൂടി വരികയാണ്. അപ്പോൾ ട്രംപ് ആണെങ്കിൽ ഇവരെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ട്രംപ് ഇറാനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആ ടാപ്പ് അടയ്ക്കണം. നിങ്ങൾ ടാപ്പ് അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്ലൈ ചെയ്യുന്ന ഏർപ്പാടുണ്ടല്ലോ, 3 എച്ചുകളുണ്ടല്ലോ, ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തീസ്, ഈ 3 ആൾക്കാർക്കും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളും ആയുധങ്ങളൊക്കെ അവസാനിപ്പിച്ചോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൂത്തികളുടെ ഏതെങ്കിലും ഒരു ഷോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇറാൻ അടിക്കുന്ന ഷോട്ടായിട്ട് ഞങ്ങൾ കണക്കാക്കുള്ളൂ, അതനുസരിച്ച് ഞങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അടിച്ചാൽ നിൻ്റെ അച്ഛനെ അടിക്കും. അതെ, ആ രീതിയിൽ കൃത്യമായിട്ട് അദ്ദേഹം വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രംപ് എന്തെങ്കിലും പറയുമ്പോൾ ബൈഡൻ പറയുന്ന പോലെയല്ല, ട്രംപ് ചാടി കയറി എന്തും കാണിക്കും എന്നുള്ളത് ഇറാന് നന്നായിട്ട് അറിയാം. പഴയ അനുഭവങ്ങളുണ്ട്. പഴയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ന്യൂക്ലിയർ ട്രീറ്റിയൊക്കെ ഒപ്പിട്ടിരുന്നു. അത് മുഴുവനും ട്രംപ് വലിച്ചേറി കളഞ്ഞിരുന്നു, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അവരുടെ ഖാസിം സുലൈമാനി എന്ന് പറഞ്ഞ ഒരു ജനറൽ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ അറ്റോമിക് പവറിൻ്റെയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിരുന്നത്. അദ്ദേഹത്തെ വധിക്കും എന്ന് പറഞ്ഞു, വധിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ഇറാൻ ഞങ്ങളതിന് പരിഹാരം ചോദിക്കും, അല്ലെങ്കിൽ വിൽ റീക്ക് വെഞ്ചൻസ് എന്ന് പറഞ്ഞായിരുന്നു വളരെ വ്യക്തമായിട്ട്. പിന്നെ അത് അവരെല്ലാവരും പറയുന്നുണ്ട്. അത് പറയാത്ത ഒരാൾ അവിടുത്തെ പ്രസിഡൻ്റാണ്. പ്രസിഡൻ്റ് അങ്ങനെ പറയുന്നില്ല ഞങ്ങൾ ട്രംപിനെ കൊല്ലും എന്നൊക്കെ. പക്ഷേ ബാക്കി എല്ലാവരും അത് പറയുന്നു. ഈ പ്രസിഡന്റ് പറയാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് അവിടുത്തെ സാഹചര്യം. അതേസമയം ഇസ്രായേലാണെങ്കിൽ ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളത് നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ GBU-43B എന്ന് പറയുന്ന ബോംബ് അമേരിക്ക ഇസ്രായേലിന് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ബോംബിൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് ഇറാന് നന്നായിട്ട് അറിയാം. കാരണം ഭൂമിക്കടിയിൽ 60 ഫീറ്റ് അടിയിലുള്ള ബങ്കറിൽ, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റും മെറ്റലൊക്കെ ഉപയോഗിച്ചുള്ള ബങ്കറിൽ ഹസൻ നാസറുള്ള ഇരുന്നിട്ട് അത് നല്ല കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് അടിച്ച് നിരപ്പാക്കി കൊടുത്ത അനുഭവം ബങ്കർ ബസ്റ്റർ ബോംബ്സ് ഉണ്ട്. അതിന് GBU-43B എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്ന പേര് MOAB എന്നാണ് പറയാറ്. MOAB എന്ന് പറഞ്ഞാൽ മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് എന്നാണ്. പക്ഷേ അതിന് പറയുന്ന നിക്നെയിം പോലെ പറയുന്ന വേറൊരു പേരുണ്ട്, മദർ ഓഫ് ഓൾ MOABന് മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നും അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഈ ഹസൻ നാസറലെ കൊന്ന അനുഭവം വെച്ച് ഇറാന് പേടിയുണ്ട്. ഇസ്രായേൽ ഈ സാധനം കൊണ്ടൊന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നെത്തും എന്നുള്ള കാര്യത്തെ പറ്റി ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഇസ്രായേൽ നന്നായിട്ട് പേടിച്ച് തന്നെയാണ്, ഇറാൻ നന്നായിട്ട് പേടിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും ഇങ്ങനെ അത്യാവശ്യം ഇതിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖമനേയി ഇരിക്കുന്നത് ഭൂമിക്കടിയിലാണ്. മിക്കവാറും അങ്ങനെ വരുമ്പോഴത്തേക്കും സാധനം ഇട്ട് കൊടുത്താൽ ഖമനയുടെ പണി തീരുമല്ലോ. അതെ, ഇതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഈ ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ച് ഇവരുടെ ഈ പറയുന്ന മിസൈൽ സിറ്റീസിലേക്ക് ഒരു സാധനം വിട്ട് കഴിഞ്ഞാൽ അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് ആ മിസൈൽ സിറ്റി തകരുക മാത്രമല്ല, അത് പൊട്ടിത്തെറിക്കുമ്പോൾ ശരിക്കുള്ള മുകളിലുള്ള സിറ്റിയും ഈവൻ ടെഹ്റാൻ അപകടത്തിൽപ്പെടും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും ഇറാൻ കളിക്കുന്നത് തീയോടാണ്.